Assalamu alaikum, welcome back to my channel. ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഓണാഘോഷമാണ്. ബാസിമ മിസ് പ്രിൻസിപ്പലിനെയും ബാക്കിയുള്ള ടീച്ചേഴ്സിനെയൊക്കെ വെൽക്കം ചെയ്യാണ്. പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനും ഒക്കെ പലഹാരങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവരെ വെൽക്കം ചെയ്യാൻ. എന്നോട് ബാസിമ മിസ് എന്തെങ്കിലും മധുര പലഹാരം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉന്നക്കായാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എല്ലാവരും അവിടെ വെച്ച് തന്നെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഞങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഓണത്തിൻ്റെ ദിവസത്തിൻ്റെ അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പായസം, പച്ചടി, തോരന്, അച്ചാർ എന്നീ ഐറ്റങ്ങളൊക്കെയാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ജഡ്ജസും വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഓരോ കലാപരിപാടികൾ ആരംഭിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഈ ഓണത്തിനെ കുറിച്ച് ചർച്ചകൾ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ സ്നേഹപ്രകടിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ നിർദ്ദേശങ്ങൾ വാങ്ങി വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ മനസ്സ് കാണിച്ചു. അപ്പോൾ അത് നിങ്ങൾ അഭിനയിക്കുകയാണ്. ടീച്ചേഴ്സിൻ്റെ സ്പീച്ചസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ജഡ്ജസ് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള പായസത്തിൻ്റെയും തോരന്, പച്ചടി, അച്ചാറിൻ്റെയും ഒക്കെ ടേസ്റ്റ് നോക്കാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും അവനവൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഫുഡിൻ്റെ അടുത്ത് ഇങ്ങനെ വരിക്കി നിൽക്കുകയാണ്. ജഡ്ജസ് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് അവർ മാർക്ക് ഇടുന്നുമുണ്ട്. ഈ കോളേജിലുള്ള ടീച്ചേഴ്സ് തന്നെയാണ്. എല്ലാ ടീച്ചേഴ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു പായസത്തിൻ്റെ കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ മുമ്പ് എൻ്റെ വീട്ടിലെ തറവാട്ടിലെ പ്രോഗ്രാമിൽ കേക്കിൻ്റെ മത്സരത്തിൽ ഞാനും മാജിയൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ആ ഒരു പരിപാടിയിൽ ഞാൻ ജഡ്ജായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സ് ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവർ 3 പേരും മാർക്കൊക്കെ എഴുതുന്നുണ്ട്. ഞാൻ ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാരറ്റും ചവ്വരിയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പായസമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ആകെ ബിസി ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എനിക്ക്. ഞാനത് സാവധാനം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുടെ പേരൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫ്രൂട്ട്സ് പച്ചടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ 2 ഐറ്റത്തിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. ജഡ്ജസ് എൻ്റെ മുന്നിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ പായസം ഒഴിച്ചു കൊടുക്കുകയാണ്. ജഡ്ജസ് എല്ലാം പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ പല കളികളാണ്. സുന്ദരിക്ക് പൊട്ട് തൊട്ട് കൊടുക്കുക എന്നുള്ളതിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ ബലൂണ് പൊട്ടിക്കൽ മത്സരം. അതിനെല്ലാവരും നന്നായിട്ട് ബലൂണ് വീർപ്പിക്കുന്നുണ്ട്. ബലൂൺ വീർപ്പിച്ച് തന്നെ പൊട്ടിക്കണം.
സെക്കൻഡ് റൗണ്ടിൽ ഞാനും ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിൽ പങ്കെടുത്തു. നല്ല ബുദ്ധിമുട്ടാണ്, നന്നായിട്ട് വീർപ്പിച്ച് തന്നെ പൊട്ടിക്കണം. ഞാൻ കുറേ വീർപ്പിച്ച് പെട്ടെന്ന് വലുതായി, പക്ഷെ അത് പൊട്ടുന്നില്ല. കുറേ ശ്രമിച്ചു നോക്കി, പക്ഷെ പൊട്ടൻ്റെ ബലൂൺ എങ്ങനെയാലും പൊട്ടില്ല. അപ്പോൾ അപ്പുറത്ത് നിന്നൊരു പൊട്ടൽ കേട്ടു. എൻ്റെത് ഞാൻ പിന്നെ കൈകൊണ്ട് കുത്തി പൊട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ക്ലാസ്സിൽ തന്നെ ചെയ്തു. മേശയും ബെഞ്ചും ഒക്കെ സദ്യ കഴിക്കാൻ സൗകര്യത്തിനായിട്ടൊക്കെ ഇതുപോലെ നേരെ പിടിച്ചിട്ടു. അപ്പോഴേക്കും സദ്യൻ്റെ ഐറ്റങ്ങളെല്ലാതും അവിടെ റെഡിയായി എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി വാഴയിലൊക്കെ വെച്ചു കൊടുത്ത് ഓരോ ഐറ്റങ്ങളും ഓരോരുത്തരായിട്ട് വിളമ്പാണ്. ഒരുവിധം എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. കോളേജിൽ നിന്നാണ് സദ്യ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിയൽ, കൂട്ടുകറി, തോരന്, പച്ചടി, പുളിയിഞ്ചി, അച്ചാറ്, ശർക്കര വരട്ടി, കായ വറുത്തത്, അങ്ങനെ എല്ലാ കൂട്ടങ്ങളും ഉണ്ട്. ചോറും പപ്പടവും സാമ്പാറും രസവും ഒക്കെ ഉണ്ടായിരുന്നു. അടപ്പായസം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. സാമ്പാറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് സദ്യ കഴിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ അവിടെ തന്നെയാണ് സദ്യ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സദ്യ കഴിച്ചതിന് ശേഷം വീണ്ടും പല കളികളുണ്ട്. അതിൽ നല്ല രസമായത് സുന്ദരിക്ക് പൊട്ട് തൊട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ കളിയാണ്. അതിന് കണ്ണ് കെട്ടിയിട്ടാണ് പൊട്ട് കയ്യിൽ കൊടുത്തിട്ട് ആ കറക്റ്റ് നെറ്റിയിൽ തന്നെ ഒട്ടിക്കണം. കുറേ പേരുടേത് മാറിപ്പോയിരുന്നു. നല്ല രസമായിരുന്നു ആ കളി. പക്ഷെ ഒരാൾ നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചു. ബാസിമ മിസ്സാണ് ഇപ്പോൾ ഒട്ടിക്കുന്നത്. ഈ കളിയിൽ ഞാനും പങ്കെടുത്തു. ഞാൻ ഏകദേശമൊക്കെ നെറ്റിയുടെ അടുത്ത് വന്നിട്ട് പിന്നെ പെട്ടെന്ന് മാറിപ്പോയി. എന്നാലും നല്ല രസമായിരുന്നു ഈ കളി. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് ഈ കളി കളിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ പെട്ടെന്ന് മാറിപ്പോയി, കണ്ണിൻ്റെ അവിടെ ആയിപ്പോയി തൊട്ട് കൊടുത്തത്. ഇന്ന് വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഓരോ കളികളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാതും കൂടി എനിക്ക് വീഡിയോ എടുത്ത് ഇടാൻ പറ്റില്ല. വീഡിയോ കുറേ ലോങ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ കുറേ കട്ട് ചെയ്തിട്ടാണ് എല്ലാ വീഡിയോസ് ഇട്ടിട്ടുള്ളത്. ഇനി ഞങ്ങളെല്ലാവരും കൂടി ഒരു വലിയൊരു കസേര കളിയാണ് കളിച്ചിട്ടുള്ളത്. അത് നല്ല രസമായിരുന്നു. അതിനുശേഷം ലെമൺ ആൻഡ് സ്പൂൺ ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷം എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു. ഇനി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.